വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: നിങ്ങൾ എന്തുകൊണ്ട് വിജാതീയർ ആയിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 2: അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ എന്ത് ചെയ്യാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അധിവസിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 3: നിന്റെ മേൽ പ്രകാശിക്കുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 4: ആരുടെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5: മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ഡാഷ് പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജോനാഥാനും. ക്വസ്റ്റ്യൻ നമ്പർ 6: ഡാഷ് മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 7: കഴുതകൾക്ക് വേണ്ട ഡാഷ് വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുല്ലും. ക്വസ്റ്റ്യൻ നമ്പർ 8: വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ ഡാഷ് ഇതാ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാണയം. ക്വസ്റ്റ്യൻ നമ്പർ 9: സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ ഡാഷ് അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിവാസികൾ. ക്വസ്റ്റ്യൻ നമ്പർ 10: മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഡാഷ് ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 11: ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന എന്തിന്റെ പരിച എടുക്കുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 12: ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന ഡാഷ് ദശാംശം കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഡി സകലത്തിൻ്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇസ്രായേൽ മിസ്ബയിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഡാഷ് കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഗോത്രക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 ഡാഷ് അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്ത്രീ പുരുഷന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 15. ആരോടെതിർത്ത് ഗിലെയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ എഫ്രായിംകാരോട്. ക്വസ്റ്റ്യൻ നമ്പർ 16. മനോവയുടെ ഡാഷ് ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രാർത്ഥന. ക്വസ്റ്റ്യൻ നമ്പർ 17. അവരാകട്ടെ ഡാഷ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്രൂശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും ഡാഷ് അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 19. സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് എന്തിൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹെബ്രോന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 20. അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്നാണ് എന്താണ് പ്രഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഉദിച്ചുയരുന്ന സൂര്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അസഹ്യപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 22. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ഡാഷ്. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 23. ജഫ്ത ഡാഷ് ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗിലെയാദിലെ. ക്വസ്റ്റ്യൻ നമ്പർ 24. കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക, ഇവയൊന്നിലും നീ എന്ത് ചെയ്യേണ്ട? പ്രഭാഷകൻ 42 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ലജ്ജിക്കേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 25. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് ആരില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 പറയുന്നത്.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 26. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ഡാഷ് കടവുകൾ പിടിച്ചെടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജോർദാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 27. കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ആരിലാണ് ഒന്നിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 28. സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള എവിടേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മലമുകളിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 29. ഫിലിസ്ത്യരുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേൽ ന്യായാധിപനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 30. അഹറോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള എന്താണ് അണിയിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കിരീടം. ക്വസ്റ്റ്യൻ നമ്പർ 31. എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 12 പ്രവാചകന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 32. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ എന്ത് വന്നു ചേർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദിനം. ക്വസ്റ്റ്യൻ നമ്പർ 33. ആരുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 34. എന്നാൽ ആ രാത്രി അവിടെ ഡാഷ് അവൻ തയ്യാറായില്ല? ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പാർക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. എന്തുപോലെയാണ് സഹോദരന്മാർ ശിമയോനെ ചുറ്റി നിന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പൂമാല പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 36. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു. അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കഴിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 37. സാംസണിന്റെ ശരീരം കൊണ്ടുപോകാൻ വന്നവർ ആരെല്ലാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സഹോദരന്മാരും കുടുംബക്കാരും. ക്വസ്റ്റ്യൻ നമ്പർ 38. എങ്ങനെയുള്ള പുത്രിയെ കർശനമായി സൂക്ഷിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദുശാഠ്യക്കാരിയായ. ക്വസ്റ്റ്യൻ നമ്പർ 39. ആര് മിസ്ബായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 40. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്ന് പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 41. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ എന്ത് ഛേദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ
വലത് ചെവി. ക്വസ്റ്റ്യൻ നമ്പർ 42. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്താണ് വരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 43. മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകത ഉള്ളവൻ ആക്കുന്നു. വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രഭാഷകൻ 42-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 44. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖം ഡാഷ് പോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവദൂതൻ്റേത്. ക്വസ്റ്റ്യൻ നമ്പർ 45. യേശു കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുരോഹിതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 46. പൂർവപിതാക്കന്മാരുടെ എന്താണ് അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഐശ്വര്യം. ക്വസ്റ്റ്യൻ നമ്പർ 47. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ എന്ത് പറയുക? പ്രഭാഷകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വ്യാജം. ക്വസ്റ്റ്യൻ നമ്പർ 48. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്തിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 49. ആരെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വത്സല മക്കളെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 50. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ ഡാഷ് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സമൂഹവും. ക്വസ്റ്റ്യൻ നമ്പർ 51. നിങ്ങൾ ശാപത്തിലേക്കാണ് ഡാഷ്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പ്രഭാഷകൻ 41-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജനിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 52. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെ കഴിഞ്ഞുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ഡാഷ്? പ്രഭാഷകൻ 42-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദീപ്തമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. ബ്രെഫോസ് എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗ്രീക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 55. കർത്താവ് ദാവീദിന് രാജ്യത്തോ ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും എന്തുവഴിയാണ് നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉടമ്പടി വഴി. ക്വസ്റ്റ്യൻ നമ്പർ 56. ജഫ്തായെ അടക്കിയ സ്ഥലമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗിലെയാദ്. ക്വസ്റ്റ്യൻ നമ്പർ 57. ചുങ്കക്കാരനും ഫരിസേയനും.
വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലൂക്ക 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 58. ബ്രഫോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പഠന ബൈബിൾ പേജ് 232. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവജാതൻ. ക്വസ്റ്റ്യൻ നമ്പർ 59. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ധനികനുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 60. എല്ലാറ്റിനെയും സാരം എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവിടുന്നാണ് സർവവും. ക്വസ്റ്റ്യൻ നമ്പർ 61. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവനൊരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 62. എലയാസറിന്റെ മകൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സീറാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 63. അവൻ കൈകൾ വെച്ച് ഡാഷ് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുഗ്രഹിക്കേണ്ടതിന്. ക്വസ്റ്റ്യൻ നമ്പർ 64. ബാലൻ ഡാഷ് ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആജീവനാന്തം. ക്വസ്റ്റ്യൻ നമ്പർ 65. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ഡാഷ് യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലേവ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 66. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ യേശു അവരിൽ നിന്ന് മറയുകയും എവിടേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സ്വർഗത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 67. ആയിടെ ചത്ത ഒരു ഡാഷ് താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഴുതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 68. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ഡാഷ് ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 69. സ്ത്രീയുടെ ഡാഷ് ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നന്മയേക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 70. ആരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 71. ആരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുരുഷന്മാരെയും. ക്വസ്റ്റ്യൻ നമ്പർ 72. ഡാഷ് അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 73. പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ ഡാഷ് നോക്കുന്നതിലും പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അഭിലാഷപൂർവം. ക്വസ്റ്റ്യൻ നമ്പർ 74. എൻ്റെ പിതാവ് എനിക്ക് എന്ത് കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാനും നിങ്ങൾക്ക് തരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 75. ആരുടെ സന്തതികളിൽ എന്നാണ് കർത്താവ് മോശയെ ഉയർത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യാക്കോബിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ആര് തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 77. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ് എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഞാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 78. അവന് ശേഷം എവിടുത്തുകാരനായ ഏലോൻ ഇസ്രായേലിൽ 10 വർഷം ന്യായപാലനം നടത്തി. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സെബലൂൺകാരനായ. ക്വസ്റ്റ്യൻ നമ്പർ 79. ഈ ആളുകളെയും കൂട്ടി വരുവാൻ നിനക്ക് എന്ത് പറ്റി? ആര് തിരഞ്ഞു മിക്കായോട് ചോദിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദാൻകാർ. ക്വസ്റ്റ്യൻ നമ്പർ 80. വിജാതിയരുടെ മേൽ അവരുടെ ആര് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാജാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 81. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ഉപദേശം ആർക്കുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭർത്താക്കന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 82. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയയിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അരിഞ്ഞു വീഴ്ത്തി. ക്വസ്റ്റ്യൻ നമ്പർ 83. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്നാണ് പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 84. ഞാൻ എൻ്റെ എന്തിനെ ആദരിക്കുക? പ്രഭാഷകൻ 42 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാക്കുകളെ. ക്വസ്റ്റ്യൻ നമ്പർ 85. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് എന്ത് ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 86. എന്തിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ. ക്വസ്റ്റ്യൻ നമ്പർ 87. ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന ആരെ പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിജാതിയരെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 88. എൻ്റെ ഡാഷ് എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരീക്ഷകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഭയപ്പെടരുത്. ക്വസ്റ്റ്യൻ നമ്പർ 90. വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവകൃപ. ക്വസ്റ്റ്യൻ നമ്പർ 91. യേശു ദിവസവും എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഒരിക്കൽ വിദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ ആരിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 93. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അത്യുന്നതൻ വിതർന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മഞ്ഞ്. ക്വസ്റ്റ്യൻ നമ്പർ 94. ആര് പാതിര വരെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 95. യേശു അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. എന്തുയർത്തിയാണ് അവരെ അനുഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൈകൾ. ക്വസ്റ്റ്യൻ നമ്പർ 96. കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദൈവദൂതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 97. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക, ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്നേഹിതരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ ആര് നിത്യനിന്ദയ്ക്ക് പാത്രമാകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിൻതലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 99. കുറെ നാൾ കഴിഞ്ഞ് ആര് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 100. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും? പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സന്താനങ്ങളുടെ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.